പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വേദയോട് യാത്രയും പറഞ്ഞ് തിരികെ വരുന്ന വിക്രമിനെ നോക്കി ശങ്കരൻ ചോദിച്ചു, ഞാൻ പറഞ്ഞില്ലേ, അവൾ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുത്തു വന്നതാ. മറ്റുള്ളവരാരെങ്കിലും അടിച്ചേൽപ്പിച്ചതാണെങ്കിലല്ലേ അത് മാറ്റാൻ കഴിയൂ. ഇത് കേട്ട് വിക്രം ഒന്ന് മൂളി. പോകാം അച്ഛ, അവൾ അവളുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. അച്ഛൻ വരൂ, വിക്രം മാഷിനോട് പറഞ്ഞു. ഞാൻ വേദയോടൊന്ന് സംസാരിക്കുന്നതിൽ വിരോധമുണ്ടോ? മാഷ് ചോദിച്ചു. ആയിക്കോളൂ, പക്ഷേ അവളുടെ സ്വഭാവം എനിക്കറിയാം. ഒരു തീരുമാനമെടുത്താൽ അവൾ മറ്റാര് പറഞ്ഞാലും അതിൽ നിന്ന് പിന്മാറില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോരാൻ ഞങ്ങൾ പറയാതിരുന്നിട്ടല്ലല്ലോ, അവൾ വരാതിരുന്നതല്ലേ. അതുപോലെയാണിതും, ശങ്കരൻ പറഞ്ഞു. അയ്യോ, തീരുമാനം മാറ്റിക്കാനൊന്നുമല്ല. ഒരു കൊല്ലത്തിന് മീതെ ഒരുമിച്ച് താമസിച്ചതല്ലേ, ഒന്ന് യാത്ര പറഞ്ഞിറങ്ങണം, അത്രയേ ഉള്ളൂ, മാഷ് പറഞ്ഞു. ദീപ്തി മാഷിനെ വേദയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വേദയുടെ മുഖം കണ്ട് ദീപ്തി ചോദിച്ചു, കണ്ണ് കലങ്ങിയിട്ടുണ്ടല്ലോ, കരഞ്ഞോ? ഇങ്ങനെ സ്വയം വഞ്ചിക്കണോ ചേച്ചി? വിക്രം ചേട്ടനോട് ചേച്ചിക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അത് മറച്ചു വെച്ചിട്ട് എന്തിനാ ഈ ത്യാഗം? വേദ ചോദിച്ചു. നിനക്ക് വേറെ എന്താ പറയാനുള്ളത്? പറയാനുള്ളത് എനിക്കല്ല, മറ്റൊരാൾക്കാ. വന്ന് ഹാളിൽ ഇരിപ്പുണ്ട്. വിക്രമേട്ടൻ്റെ അച്ഛനാ. സംസാരിക്കാൻ ഇഷ്ടമല്ലെന്ന് ഞാൻ ചെന്ന് പറയണോ? ഞാൻ പറയാം, ദീപ്തി ചോദിച്ചു. വേണ്ട, ഞാൻ കണ്ടോളാം, വേദ പറഞ്ഞു. മാഷിനെ കണ്ടയുടനെ വേദ വിളിച്ചു. അച്ഛാ. ആ വിളി കേട്ട് മാഷ് ചോദിച്ചു, ആ വിളി എന്തായാലും മറന്നില്ലല്ലോ. അത് നന്നായി. വീട്ടിൽ വന്ന് കയറിയ കാലത്ത് നീയും എൻ്റെ മാഷേന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്കും നീ അച്ഛാന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. പിന്നീടൊരിക്കൽ നിന്നോടെന്നെ അച്ഛാന്ന് വിളിക്കാൻ പറയണമെന്ന് ഞാൻ കമലയെ പറഞ്ഞ് ഏൽപ്പിച്ചു. കമല അത് നിന്നോട് പറയേണ്ടി വന്നില്ല, തന്നെ അച്ഛാന്ന് വിളിച്ചു തുടങ്ങി. നീ വലിയ വാശിയുള്ളവളാണെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു. പെൺകുട്ടികളായാൽ വാശിയൊക്കെ വേണം. ഒരു വാശിക്ക് കിണറ്റിൽ ചാടിയാൽ 2 വാശിക്ക് തിരികെ കയറാൻ പറ്റില്ലെന്ന് പറയും. അത് നീ തിരുത്തി. ഇറങ്ങിയിടത്ത് തന്നെ വാശി പിടിച്ച് തിരിച്ചു പോന്നു. അത് നിന്റെ ഇഷ്ടം, നിന്റെ തീരുമാനം. ഞാനത് മാറ്റാൻ ആവശ്യപ്പെടില്ല. പക്ഷേ മറ്റുള്ളവർക്ക് കൂടി ബോധ്യമാകുന്ന ഒരു കാരണം പറയാൻ നിനക്ക് പറ്റണമായിരുന്നു. അങ്ങനെ വന്നാൽ നിന്റെ വാശിക്ക് കുറേ കൂടി ആധികാരികതയുണ്ടായേനെ. വിക്രമിൻ്റെ സ്വഭാവം മാറില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നിന്റെ ഈ തീരുമാനമെടുക്കലെങ്കിൽ ഇത്രയും കാലം നീ കാത്തിരിക്കില്ലായിരുന്നു എന്ന് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ നീ അത് തിരിച്ചറിഞ്ഞ് മടങ്ങിപ്പോന്നേനെ. മാത്രമല്ല, നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരുന്നത് അടുത്തുനിന്ന് കണ്ടതുകൂടിയാണ് ഞാൻ. ശ്രീകാര്യം ശ്രീനിവാസന് പകരം വേറെന്തൊരു ഓപ്ഷനും ഇല്ലാത്തവനായിരുന്നു എൻ്റെ മകൻ. ആ അവൻ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അയാളെ വിട്ടു പോകുമെന്നൊരു വാക്ക് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീയാണ്. നീ അവന് അത്രയും പ്രിയപ്പെട്ട ആളായി മാറിയതുകൊണ്ടാണ്. എന്തിന് ഇലക്ഷൻ വരെ കാക്കണമെന്നൊരു ചോദ്യം ഞാൻ അവനോട് ചോദിച്ചിരുന്നു. അതിനവൻ പറഞ്ഞ മറുപടി എനിക്ക് കൺവിൻസിംഗ് ആയിട്ടാണ് തോന്നിയത്. ഇത്രയും കാലം കൂടെ നിർത്തിയ ഒരാളെ ഒരു ക്രൂഷ്യൽ സമയത്ത് വിട്ടുപോരുന്നത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് നിന്നോട് സൂചിപ്പിക്കാനുള്ളതും അതാണ്. അവനെ വിട്ടുപോകാൻ നീ തീരുമാനിച്ചത് അവൻ്റെ ജീവിതത്തിലെ ഒരു ക്രൂഷ്യൽ സമയത്തായിപ്പോയി. അവൻ്റെ മാത്രമല്ല, എൻ്റെയും. അവനെ പഴയ മട്ടിൽ എനിക്ക് തിരികെ തന്നത് നീയാണ്. തിരിച്ചവൻ പഴയ മട്ടിലാവാതിരിക്കാൻ നീ തന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കേ. വീട്ടിലേക്ക് വന്ന മരുമക്കളിൽ നിന്നെ ഞാനും കമലയും കണ്ടത് മകളുടെ സ്ഥാനത്താണ്. മറ്റു 2 പേർക്കും അവരുടേതെന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ ഇടങ്ങളുണ്ട്. നിനക്കതില്ല. അതുകൊണ്ട് നിനക്കൊരു കാലത്തും സങ്കടം തോന്നരുതെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. തിരിച്ചു ചെന്നാൽ തന്നെ നിന്നോട് എങ്ങനെ പെരുമാറുമെന്ന് ആദ്യം ഉണ്ടായിരുന്നു കമലയ്ക്ക്. അതിൽ കഴമ്പില്ലാന്ന് മനസ്സിലായല്ലോ. ഞാൻ തിരികെ ചെന്ന് അവളോട് പറഞ്ഞോളാം നീ ഹാപ്പി ആയിരിക്കുകയാണെന്ന്. നിന്നെ ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നീ ഇറങ്ങിപ്പോയ ചിത്രമായിരിക്കും മനസ്സിലുണ്ടാവുക. ഇതിപ്പോൾ നിന്നോട് യാത്ര പറഞ്ഞിറങ്ങിപ്പോകുന്ന ചിത്രമാണല്ലോ മനസ്സിൽ. നമ്മളായിട്ട് മനസ്സിലാക്കി മടങ്ങിപ്പോന്നതാണെന്ന് സമാധാനിക്കാം. നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. ആ വീട്ടിൽ നിന്നേ നീ പോന്നിട്ടുള്ളൂ. എൻ്റെയും കമലയുടെയും മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല, ഒരിക്കലും പോവുകയുമില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും കാണണമെന്നോ മിണ്ടണമെന്നോ തോന്നിയ വരണം, വിളിക്കണം. ചക്രപാണിയുടെ കോടതിയും ഓഫീസും വീടിനടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് നീ അകലെയല്ലല്ലോ. വരട്ടെ, ഇന്ന് നല്ലതേ വരൂ. ഇത്രയും പറഞ്ഞ് മാഷ് അവിടെ നിന്ന് പോകാനൊരുങ്ങിയതും വേദ മാഷിനെ വിളിച്ചു. അച്ഛാ, ഞാൻ അവിടെ നിന്ന് മടങ്ങിയത് ആരോടെങ്കിലുമുള്ള ദേഷ്യം കൊണ്ടോ പക കൊണ്ടോ അല്ല. അച്ഛൻ അങ്ങനെ കരുതരുത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരുപാട് പേര് ദുഃഖിക്കേണ്ടി വന്നേനെ. എനിക്കിപ്പോൾ അങ്ങനെ പറയാനേ പറ്റൂ. അച്ഛൻ എന്നോട് പൊറുക്കണം. കാര്യങ്ങൾ തുറന്നു പറയുന്നവരുമുണ്ട്, പറയാതെ പറയുന്നവരുമുണ്ട്. നീ 2ാമത്തെ കൂട്ടത്തിലാണ്. ഞാൻ ഇറങ്ങട്ടെ മോളെ. ഇത്രയും പറഞ്ഞ് മാഷ് അവിടെ നിന്ന് പോയി. മാഷ് പോയതും ദീപ്തി ഓടി വന്ന് വേദയോട് ചോദിച്ചു, എന്ത് ബോൾഡായിരുന്നു വേദേച്ചി. ആ വേദേച്ചിയാണോ ഇങ്ങനെ? എന്തിനാ ചേച്ചി ഇങ്ങനെ സ്വയം നീറുന്നേ? വേദയൊന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. ശങ്കരൻ മാഷിനോട് ചോദിച്ചു, എന്തായി മാഷേ, അവൾ എന്തു പറഞ്ഞു? തിരിച്ചു കൂടെ പോരുന്നുണ്ടോ? എനിക്കൊരു കാര്യമേ അറിയേണ്ടതുണ്ടായിരുന്നുള്ളൂ, അതവൾ പറയാതെ പറഞ്ഞു. വേദ ഈ തീരുമാനത്തിലേക്ക് എത്തിയത് അവളുടെ മനസ്സ് പറഞ്ഞിട്ടല്ല, അവളെ ആരോ പ്രേരിപ്പിച്ചതുകൊണ്ടാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭയപ്പെടുത്തിയിട്ടാണ്. ഒരുപാട് പേര് ദുഃഖിക്കാതിരിക്കാനാണ് അവൾ ഈ തീരുമാനമെടുത്തതെന്ന് എന്നോട് പറഞ്ഞു. അതെന്താണെന്ന് ഞാൻ അന്വേഷിച്ചില്ല.
അന്വേഷിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയതുമില്ല. പക്ഷേ ഈ തീരുമാനം നിങ്ങളുടെ മകൾ അധികകാലം കൊണ്ടു നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അധികം വൈകാതെ തന്നെ അവൾ അത് തിരുത്തും. അന്നും എൻ്റെ വീടിൻ്റെ വാതിൽ അവൾക്ക് വേണ്ടി തുറന്നു കിടപ്പുണ്ടാവും. വരട്ടെ. ഇത്രയും പറഞ്ഞ് മാഷും വിക്രമും അവിടെ നിന്നിറങ്ങി. അവരെ കണ്ടുകൊണ്ട് വർഷയും കുഞ്ഞും പുറത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു. ഇതേ സമയം ശ്രീകാന്തിൻ്റെ ഓഫീസിലെത്തി വർഷയുടെ അച്ഛൻ ശ്രീകാന്തിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് തൻ്റെ വീട്ടിലെ സംഭവവികാസങ്ങൾ? ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. അവൾക്കുള്ളിൽ വലിയ പകയും ദേഷ്യവുമാ, പക്ഷേ അതൊന്നും പുറത്തു കാണിക്കുന്നില്ല. ശ്രീകാന്ത് പറഞ്ഞു, അവളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലാത്തതാണ്. എനിക്ക് അവളുടെ പെരുമാറ്റത്തിൽ വലിയൊരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. നമ്മളെല്ലാ പദ്ധതിയും ഒരുക്കി കാത്തിരിക്കുമ്പോൾ അവൾ നമ്മളെക്കാൾ വല്ല പദ്ധതിയായിട്ടാണോ അവിടെ ഇരിക്കുന്നത് എന്നൊരു തോന്നൽ, വർഷയുടെ അച്ഛൻ പറഞ്ഞു. പക്ഷേ ഇതുവരെ അവൾ വീട്ടിലാരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. വിക്രവുമായി ചേർന്നു പോകാൻ സാധിക്കാത്തതിനാൽ തിരിച്ചു പോന്നെന്ന് തന്നെയാണ് അച്ഛനോടും പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം നമ്മുടെ ഭീഷണി ശരിക്കേറ്റിട്ടുണ്ടെന്നല്ലേ? ആ മാഷിന് സംഭവിച്ചത് അവൾ നേരിട്ട് കണ്ടതല്ലേ? ആ ഭീതി അവളുടെ ഉള്ളിൽ നിന്നും ആയില്ല, ശ്രീകാന്ത് പറഞ്ഞു. അങ്ങനെ തൽക്കാലം നമുക്ക് വിശ്വസിക്കാം. പക്ഷേ എപ്പോഴും മറ്റൊരു സാധ്യത മുന്നിൽ കണ്ട് തയ്യാറായിരിക്കണമെന്ന് പറയാറില്ലേ? ആ ഒരു സംശയമേ എനിക്കുള്ളൂ. അവളെ നമ്മളങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൂടാ. ചിലപ്പോൾ നമ്മളെ മുഴുവൻ തകർത്ത് കളയാനായിട്ടുള്ള പ്ലാനുമായിട്ടാണ് അവൾ വന്നിരിക്കുന്നതെങ്കിലോ? ഒരുപാട് കാലം അവളെ അങ്ങനെ ഭീഷണിയിൽ നിർത്താൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നമ്മളോട് കാണിക്കുന്ന ഈ പേടിയും വീട്ടിൽ വന്ന് താമസിക്കുന്നതുമെല്ലാം ഒരു അഭിനയമാണെങ്കിലോ? മാഷിനെ അപായപ്പെടുത്തി വിലപേശിയത് നമ്മളാണെന്ന് പുറത്തു കൊണ്ടുവരാൻ ഒരുപക്ഷെ അവളും അവനും കൂടി ചേർന്ന് നടത്തുന്ന നാടകമാണെങ്കിലോ എന്നെനിക്കൊരു തോന്നൽ, വർഷയുടെ അച്ഛൻ പറഞ്ഞു. അവനായിട്ട് ഞാൻ വഴക്കിട്ടപ്പോൾ അവൾ എന്നോട് തട്ടിക്കേറിയെന്നത് ശരിയാ. എനിക്ക് അവനെ തൊടാൻ അർഹതയില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അവനുമായിട്ടുള്ള ജീവിതം അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഇനി അത്തരം ഡ്രാമയുമായിട്ട് വരരുതെന്നാ അവൾ അവനോട് പറഞ്ഞത്. ഇത് കേട്ട് വർഷയുടെ അച്ഛൻ പറഞ്ഞു, ആ പെരുമാറ്റത്തിലാണ് എനിക്ക് സംശയം. ഒരേ സമയം അവനെ അറ്റാക്ക് ചെയ്യാൻ നിന്നെ അനുവദിക്കാതിരിക്കുകയും അതേസമയം അവനെതിരാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന അവളുടെ പ്രകടനമുണ്ടല്ലോ, അതിനെ സംശയിക്കണമോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. അപ്പോഴേക്കും ശ്രീകാന്തിന് വർഷയുടെ കോൾ വരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം വർഷ അവരോട് പറയുന്നു. ശ്രീകാന്തിൻ്റെ അച്ഛൻ അവരെ സ്വീകരിച്ചിരുത്തിയെന്നും വേദയോട് സംസാരിക്കാൻ അവർക്ക് അവസരം നൽകിയെന്നും വർഷ അവരോട് പറയുന്നു. വേദ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അവളെ മറ്റാരും സ്വാധീനിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്തതുകൊണ്ടാണെന്ന് മാഷിനോട് വേദ പറഞ്ഞെന്ന് വർഷ അവരോട് പറഞ്ഞു. വർഷ പറഞ്ഞത് ഒരു വലിയ ഞെട്ടലോടെയാണ് വർഷയുടെ അച്ഛനും ശ്രീകാന്തും കേട്ടത്. കോൾ കട്ട് ചെയ്ത ശേഷം വർഷയുടെ അച്ഛൻ പറഞ്ഞു, അപ്പോൾ അവൾക്കിഷ്ടമാണെങ്കിൽ തിരിച്ചു പോയിക്കോട്ടെ എന്നാണ് അളിയൻ്റെ നിലപാട്. അത് കുഴപ്പമാകുമല്ലോ ശ്രീകാന്തേ? വർഷ പറഞ്ഞതുപോലെ ഇനിയും 1-2 തവണ കൂടി മാഷ് വന്ന് സംസാരിച്ചാൽ അവൾക്കെല്ലാം തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടാകും. അതോടെ ശങ്കരനും അവളുടെ കൂടെ നിൽക്കും. നമ്മൾ പുറത്താവുകയും ചെയ്യും. ഇത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ ആദ്യം അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. സൂക്ഷിച്ചോളണം, തൻ്റെ അച്ഛനാ ഒരു തരിമ്പ് സംശയം മതി എല്ലാം പൊളിഞ്ഞ് പാളിസാവാൻ, വർഷയുടെ അച്ഛൻ പറഞ്ഞു. ഇതേ സമയം നമ്മുടെ പോലീസ് ഏമാനും സംഘവും വിക്രമിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പോലീസിനെ കണ്ട് വിക്രം പുറത്തേക്ക് ചെന്നതും അയാൾ ചോദിച്ചു, എന്താടാ, ജീവിതത്തിൽ പുതിയ ചില വഴിത്തിരിവുകളുണ്ടായെന്ന് കേട്ടല്ലോ. അവൾ പോയല്ലേ? അതന്വേഷിക്കാനാണോ സാറ് വന്നത്? വിക്രം ചോദിച്ചു. വന്ന കാര്യം ഞാൻ പറയാം, നിന്റെ തന്തയെ പുറത്തോട്ട് വിളിക്കാമോ? അയാൾ ചോദിച്ചു. പോലീസിനെ കണ്ട് എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ പുറത്തേക്ക് വരുന്ന കമലയെയും മാഷിനെയുമാണ് അവസാനം നമ്മൾ കാണുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈ.